ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഹെയർ ആക്സസറി വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഹെയർ ആക്സസറി വീഡിയോ ആയാലോ? ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ബീഡ്സ് വേണം. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് B7000 ഗ്ലൂ ആണ്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു റായുടെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റായുടെ ഒരറ്റത്തായിട്ട് ബീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ അറ്റത്തൂടെ ആണെങ്കിൽ നമ്മൾ കുറേശ്ശെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓരോ ബീഡായിട്ട് ഞാനാണെങ്കിൽ കമ്പിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ബീഡ്സൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കമ്പിയുടെ ഇപ്പുറത്തെ അറ്റത്തോട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തും ഫുള്ള് നമുക്ക് ഈ റാ മൊത്തം ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് കറണ്ട് പോയ സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫുള്ള് കമ്പിയാണെങ്കിൽ ബീഡ്സ് കൊണ്ടാണെങ്കിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു മോഡേൺ ബ്രെഡിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ താരം തന്നെ ഈ ഒരു മോഡേൺ ബ്രെഡിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ആക്സസറിയുടെ ബാക്കി ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഈ പാക്കറ്റ് ഒന്നും കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടാണെങ്കിൽ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ആണെങ്കിൽ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പുറത്തെ രണ്ട് സൈഡും ആണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. വേറൊന്നുമല്ല, ഒരു ബോയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോയ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം, ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബോയ് ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിൽ ഇതൊന്ന് ഇനിയാണെങ്കിൽ സെൻട്രലായിട്ടൊന്ന് ചുരുട്ടി ഒന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ചെറുതായിട്ട് ഞൊറിയിട്ടൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷമാണെങ്കിൽ ഒരു വൈറ്റ് കളർ ത്രെഡാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ത്രെഡ് എടുത്തിട്ടാണെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുത്ത് നന്നായിട്ട് ചുറ്റി നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ തന്നെ നല്ലൊരു ബോർഡ് ഷേപ്പിൽ വന്നിട്ടില്ലേ? നല്ല രസമുണ്ട് കാണാൻ തന്നെ അല്ലേ? ഒരു പ്ലാസ്റ്റിക് കവർ ആണെന്ന് കണ്ടാൽ തോന്നുന്നില്ല. അപ്പോൾ നൂല് നന്നായിട്ട് കെട്ടിട്ടൊക്കെ എടുത്തു. എന്നിട്ടാണെങ്കിൽ ബോർഡ് രണ്ട് വശം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ബോയ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബോർഡ് സെൻട്രലായിട്ട് ഒരു വൈറ്റ് ബീഡ് കൂടെ ആണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ വൈറ്റ് ബീഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക്. അങ്ങനെ വൈറ്റ് ബീഡ് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ബോയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ബോയ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ബീഡ്സ് ഒക്കെ ഇട്ട് വെച്ചിരുന്ന ആ കമ്പിയിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ബോയ് ആണെങ്കിൽ റായിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ ആക്സസറി വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല രസമില്ല കാണാനായിട്ട്. ഒരു പ്ലാസ്റ്റിക് കവറാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല. നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് കാണുമ്പോഴൊക്കെ തോന്നുന്നത്. നന്നായിട്ട് അടുത്ത് വന്ന് നോക്കി മാത്രമേ നമുക്കൊരു പ്ലാസ്റ്റിക് കവറാണെന്ന് കണ്ടാൽ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഡിസൈനുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി വീഡിയോ ആണിത്. സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ റീയൂസ് ഐഡിയയും കൂടിയാണല്ലോ ഇത്. നമ്മുടെ മിഠായിയുടെയൊക്കെ കവർ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സൊക്കെ ആണല്ലോ നമ്മുടെ മിഠായിയുടെ കവറിനൊക്കെ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഹെയർ ആക്സസറി വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.